വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഐഡന്റിറ്റീസ് വന്നിട്ട് സൈൻ എ ഇസിക്കൽ ടു 1/cosec എ. സൈൻ എ എന്ന് പറയുന്നത് 1/cosec എ ആണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഐഡന്റിറ്റീസ്. നമുക്കറിയാം സൈൻ്റെ ഡെഫിനിഷൻ എന്താണ്. സൈൻ എ എന്ന് പറയുന്നത് സൈൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ്, അല്ലേ? അതേസമയം കൊസീക് എ എന്ന് പറയുന്നത് എന്താണ്? കൊസീക് എ എന്ന് പറയുന്നത് ഈ സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ കൊസീക് എന്ന് പറയുന്നത് നേരെ സൈൻ്റെ തിരിച്ചുള്ളത്, അതായത് ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 1/cosec എ ആണ് സൈൻ എ എന്ന് പറയുന്നത്. അപ്പൊ 1/cosec എ എങ്ങനെ എഴുതാം നമുക്ക്? ഈസിക്കൽ ടു 1/cosec എ. cosec എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, വിച്ച് ഇംപ്ലൈസ് ഇതിന്റെ മീനിങ് എന്താണ്? 1. ഇതെന്താണ്? ഡിവൈഡ്, പിന്നെ എന്താണ്? ഈ ഫ്രാക്ഷൻ, അല്ലെ? ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇതിന്റെ മീനിങ് എന്താണ്? ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാണ് ഫ്രാക്ഷൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഈ നമ്പറുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യണം, അല്ലെ? അപ്പൊ 1 ഇൻറ്റു ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്, വിച്ച് ഇംപ്ലൈസ് ഇവിടെ എന്താണ്? 1 ഇൻറ്റു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടേനസ്. ഓക്കെ, ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് എന്ന് പറയുന്നത് ആരുടെ ഡെഫിനിഷൻ ആണ്? സൈൻ എയുടെ ഡെഫിനിഷൻ ആണ്. സൈൻ്റെ റേഷ്യോ ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്. അപ്പൊ ഇതിന്റെ വാല്യൂ, ഇതിന്റെ മീനിങ് എന്താണ്? സൈൻ എ, അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? സൈൻ എന്ന് പറയുന്നത് 1/cosec എന്നുള്ളതാണ് ഇതിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. സൈനയുടെ ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് 1/cosec. അപ്പൊ cosec യുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പോട്ടേനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ അതെടുത്ത് ഞാൻ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ്. 1/cosec ഈക്വൽ ടു 1/hypotenuse ബൈ ഓപ്പോസിറ്റ് സൈഡ്. 1 ഡിവൈഡഡ് ഓഫ് ഈ ഫ്രാക്ഷൻ എഴുതി. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് എന്ന് കിട്ടും. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് എന്ന് വെച്ചാൽ എന്താണ്? സൈൻ ആണ്. സൈൻ്റെ റേഷ്യോ ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സൈൻ ആണ്. 1/cosec യുടെ വാല്യൂ നമ്മൾ ചെയ്തു വരുമ്പോൾ ഫൈനലി എന്താണ് അത് കിട്ടുന്നത്? സൈൻ എ എന്നാണ് കിട്ടുന്നത്. അപ്പൊ സൈനയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1/cosec ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഐഡന്റിറ്റീസ് നോക്കാം. അടുത്ത ഐഡന്റിറ്റീസ് cos a ഇസിക്കൽ ടു 1/sec a. cos എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/sec a ആണ്. cos a യുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണ് കോസിന്റെ റേഷ്യോ. സീക്കിന്റെ റേഷ്യോ ആണെങ്കിലോ സീക്ക് എ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഈ കോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സീക്ക്. അപ്പൊ കോസിന്റെ റേഷ്യോ നേരെ തിരിച്ചിട്ടാൽ എന്ത് കിട്ടും? സീക്ക് കിട്ടും. അപ്പൊ കോസ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ് ആണെങ്കിൽ സീക്ക് എന്ന് പറയുന്നത് ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 1/sec a ഇസിക്കൽ ടു 1/ സീക്കിന്റെ റേഷ്യോ എന്താണ്? ഹൈപ്പോട്ടേനസ് ബൈ അഡ്ജസന്റ് സൈഡ്. ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, വിച്ച് ഇംപ്ലൈസ് 1. ഇതിന്റെ മീനിങ് എന്താണ്? ഡിവിഷൻ. പിന്നെ എന്താണ്? ഈ ഫ്രാക്ഷൻ ഹൈപ്പോട്ടേനസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇവിടെയും എന്താണ്? ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 1 ഇൻറ്റു ഡിവിഷൻ എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. എങ്ങനെ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടേനസ്.
അതായത് ഈ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയി, ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയി മാറി. വിച്ച് ഇംപ്ലൈസ് ഒന്നുകൊണ്ട് ഏതൊരു നമ്പറിനെയും ഏതൊരു ഫ്രാക്ഷനെയും ഇൻറ്റു ചെയ്താൽ എന്താണ് ആൻസർ? അത് തന്നെയാണ് ആൻസർ. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് തന്നെയാണ് ആൻസർ. അതായത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് ആരെയാണ്? കോസിനെയാണ്. അപ്പൊ ആൻസർ എന്തായി? കോസ് എ. മനസ്സിലായല്ലോ? അപ്പൊ 1/ck വാല്യൂ 1/ck നമ്മൾ വാല്യൂ ഇട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? കോസ് എ ആണ് കിട്ടുന്നത്. അപ്പൊ 1/ck എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എ ആണ്. അപ്പൊ കോസ് എയുടെ ഐഡന്റിറ്റി എന്തായി മാറി? 1/ck. അപ്പൊ ഇതാണ് അടുത്ത ഐഡന്റിറ്റീസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഐഡന്റിറ്റീസിലേക്ക് പോവാം. ടാൻ എ എന്ന് പറയുന്നത് എന്താണ്? 1/cot എ. ടാൻ എയുടെ ഐഡന്റിറ്റീസ് എന്താണ്? 1/cot എ. ടാൻ എയുടെ റേഷ്യോ എന്താണ്? ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ എയുടെ റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. കോട്ട് എയുടെ റേഷ്യോ എന്താണ്? കോട്ട് എന്ന് പറയുന്നത് ടാനിന്റെ നേരെ തിരിച്ചിട്ടാലുള്ളത്. ടാനിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോട്ട്. ഇപ്പൊ ടാനിൻ്റെത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണെങ്കിൽ കോട്ട് എന്ന് പറയുന്നത് ഇതിനെ നേരെ തിരിച്ചിട്ടാൽ മതി. എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. നമുക്കിനി ഈ 1/cot എയിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/cot എ ഇസ് ഈക്വൽ ടു 1/cot എയുടെ വാല്യൂ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് cot എയുടെ വാല്യൂ. ഇതിന്റെ മീനിങ് എന്താണ്? വിച്ച് ഇംപ്ലൈസ് 1. ഇതെന്താണ്? ഡിവിഷൻ. പിന്നെന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഇതെന്താണ്? ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇതിന് മൾട്ടിപ്പിൾ ചെയ്താൽ മതി അല്ലേ? ഈ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് ഈ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 മൾട്ടിപ്പിൾ ഓഫ് ഇതിന്റെ റെസിപ്രോക്കൽ എന്തായി മാറും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. വിച്ച് ഇംപ്ലൈസ് ഇപ്പൊ ഒന്നുകൊണ്ട് ഏതൊരു ഫ്രാക്ഷനെ ഇൻറ്റു ചെയ്താൽ എന്താണ് ആൻസർ? ആ ഫ്രാക്ഷൻ ആണ് ആൻസർ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡിന്റെ റേഷ്യോ എന്താണ്? ടാൻ അല്ലേ റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പൊ നമുക്ക് കിട്ടിയത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പൊ ആൻസർ എന്താണ്? ടാൻ എ ആണ് ആൻസർ. അപ്പൊ നമ്മൾ 1/cot എക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ആൻസർ എന്താണ് കിട്ടുന്നത്? ടാൻ എ. അതുകൊണ്ടാണ് ടാൻ എ ഇസ് ഈക്വൽ ടു 1/cot എ എന്ന് പറയുന്നത്. ഈ ഐഡന്റിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേറെ പുതിയ ഐഡന്റിറ്റീസുകൾ പഠിക്കാം.